ജീവൻ 1% മാത്രം. ബാക്കി അതിപ്പോ തീരും. തലയ്ക്കടിയേറ്റ് അബോധാവസ്ഥയിലായ സീതയെ ഉപേക്ഷിക്കുന്ന ദൗത്യം മനസ്സിനെ ഏൽപ്പിക്കുന്നു. കടലോ കായലോ റെയിൽവേ ട്രാക്കോ അത് നിന്റെ ചോയ്സ്. പറഞ്ഞതനുസരിക്കണം. പറഞ്ഞതുപോലെ വണ്ണം തെറ്റാത്ത കാര്യങ്ങൾ ചെയ്തോണം. എടുക്കടാ. മനസ്സില്ല മനസ്സോടെ മനസ്സിന് ഇതിനെല്ലാം കൂട്ടുനിൽക്കേണ്ടി വരുന്നു. ബാലന്റെ ഭാര്യ ഒറ്റയ്ക്ക് കിട്ടിയപ്പോ നീ അവരെ ഉപദ്രവിച്ചു എന്നാവും കഥ. അതിനിടയിൽ അവർ ചത്തു. ബോഡി നീ എവിടെയോ കൊണ്ടുപോയി കളഞ്ഞു. അതാവും കഥ. നിന്നെ പോലീസ് പിടിച്ചാൽ നിനക്ക് പ്രിയപ്പെട്ട ഒരു ജീവനില്ലേ തമിഴ്നാട്ടില്, അതും കൂടി അങ്ങ് പോവും. അതുകൊണ്ട് നീ വേണം എല്ലാം മറച്ചു വെക്കാനും മൂടി വെക്കാനും. എല്ലാം അറിയുന്ന കുട്ടിമണിയെ വയറു നിറയെ ഭക്ഷണം കൊടുത്ത് വശത്താക്കാൻ മനസ്സജൻ ശ്രമിക്കുന്നു. ആരോടൊന്നും പറയാതിരുന്നല്ലേ ഇനി ഒത്തിരി വാങ്ങിച്ചു തരും. തുടർന്ന് കാണുക. മോനെ, ഞാനും നാത്തൂരും വൈദ്യശാലയിൽ പോയിക്കുമായിരുന്നു. കുട്ടിമണി സിജനും ഉണ്ടായിരുന്നു ഇവിടെ. ആ സമയത്ത് സീതമോള് തിരിച്ചു വന്നു. പിന്നെ നിന്റെ അടുത്തേക്ക് പോവാന്നും പറഞ്ഞു പോയെന്ന സിജൻ പറഞ്ഞത്. അതെ, അങ്ങനാ മനുഷ്യൻ പറഞ്ഞ സത്യവാ. അവള് കടയിലൊന്നും വന്നില്ലെന്നേ. പിന്നെ പെണ്ണിതെവിടെ പോയി? അതെ, മനുഷ്യൻ പറഞ്ഞ സത്യവാ. വല്യച്ചിയെ മനുഷ്യനോട് പറഞ്ഞായിരുന്നു. ഇനി സീതമോള് വീട്ടിലെങ്ങാനും പോയോ മോനെ? അമ്മയ്ക്കും അമ്മാവനോ വല്ല വൈകായികയും വന്നിട്ട്? എന്നാലും പറയാതെ പോവമ്മേ. ഓ, ഇപ്പോഴത്തെ പിള്ളേർക്ക് അത്തരം മര്യാദകളൊന്നും ഇല്ല മോനെ. നീ ഇവിടെ എത്തുന്നതിന് മുമ്പ് തിരിച്ചെത്താമെന്ന് ഓർത്ത് കാണും. അങ്ങനെ വല്ലതും ആവും. വഴിയിലെ ബസ് കേടായതോ വല്ല ആയിരിക്കും. കേടായാലും എന്തായാലും നീ ഒന്ന് പോയി നോക്കു ബാല. എന്റെ കയ്യും കാലും വിറച്ചു തുടങ്ങി. എന്റെ പരുത്തിക്കാവിലമ്മേ, സീതമോളെ എളുപ്പം ഇങ്ങ് വരണേ. മനുഷ്യൻ ഒരിടത്ത് പോയിട്ട് വന്നില്ലല്ലോ. വല്യച്ഛ കൊണ്ടുവരാൻ പോയതായിരിച്ചു. എന്താ മാറുന്നപ്പാ, വല്യച്ഛ ഓടി വരണേ. അയ്യോ, മനുഷ്യനെ പോലീസ് പിടിച്ചു. എന്തായാലും വലിയ അതിശയമായി പോയി ബാലൻ വന്നത്. ഞാൻ കരുതി ഞങ്ങളൊന്ന് ഉണ്ണാതെ വന്നതിന്റെ പേരിൽ ബാലൻ പിണങ്ങിയിരിക്കുകയായിരിക്കും. അങ്ങനെ പിണങ്ങുന്ന എന്തിനാ? രവിയുടെ ഭാഗത്തല്ലേ തെറ്റ്? ഓ, തെറ്റും ശരിയും അങ്ങനെ അളവ് പോലൊന്നും ഇല്ല ബാല. ഓരോരുത്തർക്കും അവരുടേതായ ശരികൾ. ബാലൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണമെന്ന് പെങ്ങള് പറയും. അപ്പൊ ഞാൻ ചോദിക്കും, ഭാര്യ വീട്ടിൽ എന്തിനാ ബാലൻ കൂടെ കൂടെ വരുന്നതെന്ന്. അല്ല, അത് നമ്മുടെ ആണുങ്ങളുടെ ഒരു അഹങ്കാരമാണ്. ഇതാ മോനെ, സീത വരുന്നത് വലിയ കാര്യമൊന്നുമല്ല. ഇത് അവളുടെ വീടല്ലേ. പക്ഷെ ബാലൻ വരുന്നത് വലിയ സന്തോഷമാ. സീത അല്ല, ബാലന് സീതയെ കൂടെ ഒന്ന് കൊണ്ടുവരാൻ മേലായിരുന്നു. പെങ്ങളെ, അതുകൂടെ അങ്ങ് എടുത്തേ. എന്നാ വല്യണ്ണ, രാത്രി ആയതുകൊണ്ടായിരിക്കും അല്ലേ സീതയെ കൂടി കൊണ്ടുവരാഞ്ഞത്. സാരമില്ല, ഒരു ദിവസം രണ്ടുപേരും കൂടി ഇങ്ങ് വാ. ശരിയമ്മേ. അല്ല, എവിടെ പോവാ? അത്താഴം കഴിക്കാതെ ഞങ്ങൾ വിടത്തില്ല. അതെ അതെ, ഞാൻ പെട്ടെന്നൊരു മുട്ട കൂടി പോയി. ഒന്നും വേണ്ടമ്മേ, സീതയുടെ കാത്തിരിക്കായിരിക്കും. ഞാൻ പോവാ. ഒരു കൂടി ചോറുണ്ടേച്ചു പോകാന്നേ. അവിടെ ചെന്ന് അല്പം കൈ നനച്ചോ. വേണ്ട മാമേ, ഞങ്ങൾ ഒരുമിച്ച് ഒരു ദിവസം വരാം. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, അല്ലേ പെങ്ങളെ? പോട്ടെ അമ്മേ. സൂക്ഷിച്ചു പോണേ മോനെ. ശരിയമ്മേ. എന്നാലും നമ്മുടെ സീതമോൾ ഒരുപാട് ഭാഗ്യം ചെയ്തവളാ. ഒരു തങ്കപ്പെട്ട കൊച്ചനെ കിട്ടിയില്ലേ. ഈ സ്നേഹം എന്നും ഇങ്ങനെ തന്നെ നിൽക്കണേ എന്റെ ഭഗവാനെ. അജി, നീ കവലെ തന്നെ ഉണ്ടോടാ? എടാ, സീത എവിടെ അങ്ങനെ ഇപ്പൊ വന്നോ? സീത ഈ നേരത്തോ? ഇല്ലണ്ണ, എന്നാ പറ്റി?
ഒന്നുമില്ലടാ, സീത അവളുടെ വീട് വരെ പോയതായിരുന്നു. ബസ് കിട്ടിയില്ല എന്ന് തോന്നുന്നു. എന്നാ ശരി, നീ വെച്ചോ. ആരാ? ആ, ബാലനല്ലേ ഇത്? എന്നെ മനസ്സിലായോ? ഞാനാ പ്രസിഡന്റ്. സാറോ? എന്താ പതിവില്ലാതെ രാത്രിയിലൊരു ഭാര്യ വീട് സന്ദർശനം? സീത ഒന്നില്ലയോ? അതോ ഇവിടെ നിർത്തിയിട്ട് പോവാന്നു? ഞാൻ മാത്രമേ വന്നോളൂ. സീത വീട്ടിലാ. വെറുതെ വന്നേ ഉള്ളോ അതോ? ഞാൻ ഇതുവഴി പോയപ്പം സീത കൊച്ചിനെയും കൂടി കൊണ്ടുവരായിരുന്നു. കൊല്ലങ്ങൾക്ക് ശേഷം ഇപ്പോഴാ അതൊന്ന് ചിരിച്ചു കാണുന്നത്. പണ്ടേ പഠിച്ചുകൊണ്ടിരുന്നപ്പം എങ്ങനെ തുള്ളിച്ചാടി നടന്ന പെണ്ണായിരുന്നു. പഞ്ചായത്തിന്റെ എല്ലാ കാര്യങ്ങൾക്കും സീത അല്ലായിരുന്നു മുന്നില്. കുട്ടികളെ പാട്ട് പഠിപ്പിക്കാനും ഡാൻസ് പഠിപ്പിക്കാനും പിന്നെ കലാപരിപാടികൾക്ക് കൊണ്ടുപോകാനും. മെഡിക്കൽ പരമായിട്ടായിരുന്നല്ലോ സീത മോളുടെ പഠിത്തം. അതുകൊണ്ട് പഞ്ചായത്ത് നടത്തുന്ന മെഡിക്കൽ ക്യാമ്പിനൊക്കെ നേതൃത്വം നൽകിയിരുന്നത് സീതമോള. 4 കൊല്ലം മുമ്പ് ആദ്യത്തെ കല്യാണം തകർന്നതോടെ അതിൻ്റെ ചിരി മാഞ്ഞതാണ്. അത്രയ്ക്ക് വലിയൊരു ദുരന്തമല്ലായിരുന്നു അത്. പശുവും ചത്തു, മോരിലെ പുളിയും പോയി, കൊച്ചിന് വേറൊരു ജീവിതവും കിട്ടി. ഇനി എന്തിനാ അതൊക്കെ പറയുന്നത്? അല്ല, ബാലന്റെ മനസ്സിന്റെ മഹത്വം ഓർക്കുമ്പോഴേ അങ്ങ് പറഞ്ഞു പോകുന്ന. അല്ല, അതിന് സീത കൊച്ചതൊക്കെ അങ്ങ് മറന്നു കാണുന്നേ. ഹലോ, ആരാ? ശശിയോ? പറഞ്ഞോ പറഞ്ഞോ. ഞാൻ വരുവാ. പോലീസുണ്ടോ അവിടെ? ഞാനേ വന്നിട്ട് കൊണ്ടുപോയാൽ മതി. മതി, സാക്ഷിയായിട്ട് ഞാൻ ഒപ്പിട്ടോളാം. പണ്ടാരടങ്ങാൻ ഈ രാഷ്ട്രീയക്കാരുടെ ഓരോ പ്രശ്നങ്ങളെ. ഇപ്പൊ തന്നെ ദേ ഒരു എമർജൻസി. കാരോട്ട വീട്ടിൽ ഒരു കള്ളനെ നാട്ടുകാർ പിടിച്ചു വെച്ചിരിക്കുക. കുറെ കാലമായി ഞങ്ങളെ വെള്ളം കുടിപ്പിക്കുന്ന ഒരു കള്ള തിരുമാലിയാ. പോലീസും വന്നിട്ടുണ്ട്. ഞാനേ അങ്ങോട്ട് ചെന്നേ പറ്റൂ. നിൽക്കാൻ നേരമില്ല. പോട്ടെ ബാല. കണ്ടില്ലേ മോനെ? ഇല്ലമ്മേ. എന്റെ ദേവി, എനിക്ക് വയ്യ. എന്നതായി ശാരദേ? കണ്ടോ സീതേ? ഇല്ല. അയ്യോ, ഈ പെണ്ണ് എന്നാ പണിയായി കാണിച്ച് മറ്റുള്ളവരെ തീ തീറ്റിച്ച് കൊല്ലാനായിട്ട്. മോനെ, നീ എവിടെയൊക്കെ പോയടാ? സീതയുടെ വീട്ടിൽ പോയി. അവിടെ ഇല്ല. സീതമോളെ കാണാനില്ലെന്ന് നീ പറഞ്ഞു അവരോട്? ഇല്ല. അയ്യോ, നന്നായി. ഇല്ലെങ്കിൽ അതുങ്ങളും കൂടെ പേടിച്ചേനെ. നമ്മളിനി എവിടെ പോയി തിരക്കും? എന്റെ പൊന്നു മോനെ, എനിക്കൊന്നും അറിയത്തില്ല. നമുക്ക് പോലീസ് പറഞ്ഞാലോ മോനെ? നാട്ടുകാരറിഞ്ഞ നാണക്കേടല്ലയോ? അതുമല്ല, പോലീസ് വരുമ്പോ പണ്ട് കുട്ടിമണി വന്ന പോലെ സീത ഇങ്ങ് തിരിച്ചു വന്നാലോ? അതും നേരാ. എന്നാലും അവളുടെ ഈ അഹമ്മതി കുറച്ച് കടന്നുപോയി. ഇങ്ങ് വരട്ടെ. നല്ലത് 4 ഞാൻ പറയുന്നുണ്ട്. നല്ല 2 തല്ല് നീയും കൊടുക്കണം. നിന്നെ പേടിയില്ലഞ്ഞിട്ടല്ലേ? എന്റെ നാത്തൂനെ, ആദ്യം സീത ഒന്ന് വരട്ടെ. വരാതിരിക്കാൻ എന്താ? അവളെ എന്താ കള്ളം കൊണ്ടുപോയോ? മോനെ,
നോക്കാമേ, ഞാൻ സ്നേഹിക്കുന്നവരെല്ലാം എന്നെ ഒന്ന് ശിക്ഷിച്ചിട്ടല്ലേ ഉള്ളൂ. അവളായിട്ട് ഇതിനാ മാറി നിൽക്കുന്നത്. എന്റെ മക്കൾ ഇങ്ങനൊന്നും പറയാതെടാ. അമ്മയ്ക്ക് ചങ്കു പൊട്ടുന്നു. സീതമോൾ ഇപ്പൊ ഇങ്ങ് വരും. പിന്നെ സീതയുടെ നാട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റിനെ കണ്ടു. അയാൾ എന്തൊക്കെയോ പിച്ചും പേയും പറഞ്ഞു. പണ്ടെങ്ങാണ്ടോ സീതയുടെ കല്യാണം കഴിഞ്ഞതല്ലേന്നോ, ഞാനേതാണ്ട് ത്യാഗം ചെയ്തു എന്നോ. അയാൾക്ക് ആള് തെറ്റിയതാവും മോനെ. അതെ അതെ, ഒരു നാട്ടിൽ തന്നെ സീത എന്ന് പേരുള്ള എത്രയോ പേര് കാണും. ആയിരിക്കും അമ്മേ. അല്ലാതെ പിന്നെ നീ ആവശ്യമില്ലാത്തൊന്നും ചിന്തിച്ച് മനസ്സ് കലക്കണ്ട. അമ്മ പോയിട്ട് കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വരാം. എന്റെ പൊന്നുമോനിത് കുടിക്കേ. അമ്മയ്ക്ക് കാണാൻ വയ്യടാ നിന്റെ ഈ അവസ്ഥ. തൊണ്ടയിൽ നിന്നൊന്നും താഴോട്ടിറങ്ങുന്നില്ലമ്മേ. വിശപ്പും ദാഹം ഒന്നുമില്ല. അവക്ക് എന്നോടൊന്ന് പറഞ്ഞിട്ട് പോകാമായിരുന്നില്ലേ? എന്തിനാ എന്നെ ഇങ്ങനെ ആദ്യം തന്നു കൊല്ലുന്നത്? ആ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതാമേ ഇപ്പോഴും എന്റെ മനസ്സിൽ കിടന്ന് തിളയ്ക്കുന്നത്. എന്റെ പൊന്നുമക്കളെ, നീ അത് മനസ്സിന്ന് വിട്. ഒരേ പേരിലുള്ള എത്രയോ പേര് കാണും ലോകത്ത്. അമ്മ നിന്നോടത് പറഞ്ഞതല്ലേ? ഒരാളുടെ മരണത്തെക്കാൾ വലുതാണമ്മേ ഒരാളെ കാണാനില്ല എന്ന അവസ്ഥ. മരണം അതേറ്റവും വലിയ സത്യമാണ്. അതിനപ്പുറത്ത് വേറൊരു സത്യമില്ല. പക്ഷേ എന്തിനെന്നെ വിട്ടുപോയെന്ന ചോദ്യം ഓരോ നിമിഷവും എൻ്റെ നെഞ്ചി കുത്തിക്കൊണ്ടിരിക്കുക. അതിനുത്തരം തരാൻ ഈ ലോകത്ത് സീതയ്ക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല. അവളതിനുത്തരം പറഞ്ഞാൽ തന്നെ സത്യമായിരിക്കണം. അങ്ങനെ ഒരു സത്യം ഉണ്ടാകുമോ അമ്മേ? അല്ലേട്ടാ, ഞാനേ വല്യേച്ച വരാനായിട്ടേ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. നോക്കിച്ചോ, ഇന്ന് തന്നെ വല്യേച്ച വരും. പിന്നെ ഞാൻ നോക്കിയേ, മാടനപ്പനെ 50 പൈസ കൊടുക്കാനും വന്നിട്ടുണ്ട്. മോള് പോയി കിടന്ന് ഉറങ്ങിക്കേ. അല്ല, ഞാൻ ചോറ് തിന്നായിരുന്നോ? മോള് കഴിച്ചായിരുന്നു. കഴിച്ചായിരുന്നോ? പക്ഷേങ്കിലേ അമ്മേ, ഞാൻ മീനും കൂട്ടി ചോറ് കഴിച്ചായിരുന്നോ? കഴിച്ചു മോളെ. എന്നാ പിന്നെ അങ്ങ് ഉറങ്ങിയേക്കാ അല്ലേ? വല്യേട്ടാ, വിഷമിക്കണ്ട കേട്ടോ. എടാ, നാളെ നേരം വെളുക്കുമ്പോഴേക്ക് സീത ഇങ്ങ് വരും. വേറെ ആരും പറയുന്നതൊന്നും എന്റെ പൊന്നുമൻ ചിന്തിക്കണ്ട. ഇത് കുടിക്കേ. അമ്മയെ ഓർത്ത് മക്കൾ കുടിക്കേ. സിജ, ഒരു പ്രശ്നമുണ്ട്, അറിഞ്ഞായിരുന്നോ? എന്താ എന്താ ബാലേട്ടാ? സീത ഇവിടെ ഇല്ല സിജ. ഇവിടെ ഇല്ലെന്നോ? എവിടെ പോയി? എനിക്കറിയത്തില്ല സിജ. ഞാനിവിടെ വന്നപ്പോ കേൾക്കുന്നത് സീത ഇവിടെ ഇല്ലെന്നോ. അമ്മേ, എന്താ അമ്മേ, എന്തായി കേൾക്കുന്നത്? സീത എടുത്ത് കടയിലേക്കാണെന്ന് പറഞ്ഞല്ലേ പോയത്? എന്റെ മോനെ, നീ പറഞ്ഞ അറിവല്ലേ എനിക്കുള്ളൂ. സീത ഇതുവരെ വന്നില്ല. ബാലൻ തിരക്കി സീതയുടെ വീട്ടിൽ പോയി. അവിടെയും ഇല്ല. സിജൻ എവിടെയെങ്കിലും കണ്ടായിരുന്നോ സീതയെ? എങ്ങോട്ടാ പോകുന്നെന്ന് വല്ല ഊഹം കിട്ടിയോ? ഞാൻ ഇവിടെ കാണാനാ ബാലേട്ടാ. സീത എടുത്ത് ഇവിടെ വന്നു, കടയിലേക്കാണെന്ന് പറഞ്ഞു പോയി. പിന്നെ എനിക്കൊന്നും അറിയത്തില്ല ബാലേട്ടാ. അവളിങ്ങ് വരുമായിരിക്കും അല്ലേ സിജ? ബാലേട്ടാ,
വരാതെ പിന്നെ എവിടെ പോവാനാ? ബാലേട്ടൻ പോയി കിടക്ക്. നാളെ നേരം വെളുക്കുമ്പോഴേക്കും സീതയെടുത്ത് ഇങ്ങ് വരും. വന്നില്ലെങ്കിൽ അന്നേരം പിന്നെ നോക്കാൻ ബാക്കി. അതാ മോനെ ഞാനും പറയുന്നത്. എന്റെ പൊന്നുമോൻ പോയി കിടക്ക്. അമ്മ എന്താ ഈ പറയുന്നത്? എനിക്ക് എങ്ങനെ പോയി കിടന്നുറങ്ങാൻ പറ്റും? നാളെ ഇങ്ങ് വരുമായിരിക്കും അല്ലേ? വരും മോനെ. നേരം വെളുത്തിട്ടും വന്നില്ലെങ്കിൽ പോലീസിൽ പരാതി കൊടുക്കാൻ പോവാ. സീതയ്ക്ക് എന്താ സംഭവിച്ചെന്ന് അറിയണമല്ലോ. സിജ, അതല്ലേ നല്ലത്? അത് ബാലേട്ട പോലീസിലൊന്നും പരാതി കൊടുക്കണ്ടെന്നേ. സീതയെടുത്ത് ഇങ്ങ് വരുംന്ന്. അല്ലേ അമ്മേ? സീതയെടുത്ത് ഇത് എവിടെ പോവാനാ? അറിയില്ല മോനെ. മോനെ ഓരോന്നും എന്നെ നിർബന്ധിച്ചുകൊണ്ടിരുന്ന ഞാൻ എന്തോ ചെയ്യുന്നു പറ. അതിപ്പോ റോഡ് നന്നാക്കണമെന്ന് നിങ്ങൾക്ക് ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. ഇവിടെ മെമ്പർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുട്ടയും തൂമ്പ എടുത്ത് റോഡിലേക്ക് ഇറങ്ങാൻ പറ്റുമോ? അല്ല പിന്നെ കാണുന്നില്ലല്ലോ. നിനക്കൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. ഓ അയ്യേ, ഫോണും ചീത്തയായല്ലോ. ഇത്രയും നല്ല തെറി പറയുന്നവൻ നമ്മുടെ വാർഡിൽ ഉണ്ടായിരുന്നോ? യുവമാനെ നമ്മുടെ പാർട്ടിയിൽ എടുക്കണം. കുറേ ടാറും മെറ്റലും ഒക്കെ മിക്സ് ചെയ്ത് ഇവന്മാരെ അണ്ണാക്കിലോട്ട് തള്ളിക്കൊടുക്കുകയാണ് വേണ്ടത്. എന്തൊരു ശല്യമാണെന്ന് നോക്കണം. വിളിച്ച തന്നെ ഒരു പ്രമുഖ പാർട്ടിക്കാരനായി പോയാലുള്ള നൂലാമാലകളെ തുളയിലേക്കാന്ന്. അല്ല, ഒരു മെമ്പർ എന്നുള്ള നിലയിൽ എനിക്ക് എല്ലാവരുടെ മേലൊരു കണ്ണുണ്ടേ, അതുകൊണ്ട് ചോദിച്ചതാ. അത് നാട്ടുകാർ പറയുന്നുണ്ട്. നീ ആ ചെത്തുകാരൻ രായപ്പന്റെ മോളല്ലയോ? അതെ. നീ ആ സോമന്റെ തളിമില്ലി നിക്കണേ അവന്റെ മോളല്ലയോ? അതെ. അപ്പോ നിങ്ങൾ എന്തിനാ പഠിക്കുന്നേ? ഞാൻ ബോട്ടണി, ഇവള് സുവോളജി. അയ്യോ, ഞാൻ നിങ്ങളുടെ പേരല്ല ചോദിച്ചത്, എന്തിനാ പഠിക്കുന്നതെന്ന്. അത് തന്നെയാ പറഞ്ഞത്. ഞങ്ങൾ ഡിഗ്രിക്കാ പഠിക്കുന്നത്. ഞാൻ മെയിനായിട്ട് എടുത്തിരിക്കുന്ന ബോട്ടണി, ഇവള് സുവോളജി. അയ്യോ, പുതിയ വിഷയങ്ങളൊക്കെ കണ്ടുപിടിച്ചോ കോളേജില്? കലികാലമല്ലാതെ എന്തോ പറയാന്. അതേ, ഞങ്ങളെ ഈ യുവജനങ്ങളുടെ ക്ഷേമത്തിനായി പല പല പദ്ധതികളും പഞ്ചായത്ത് ആവിഷ്കരിക്കുന്നുണ്ട്. എല്ലാവരും നട്ടല് നിവർത്തി മെമ്പറുടെ പിറകെ അണിനിരന്നോണം. എന്റെ പൊന്നു മെമ്പറെ, യുവജനങ്ങൾക്ക് വേണ്ടി മെമ്പർ വേറൊന്നും ചെയ്യണ്ട. ഈ റോഡൊക്കെ ഒന്ന് വൃത്തിയാക്കി തന്നാ മതി. അല്ലെങ്കിലേ ഞങ്ങൾ ഈ പാവങ്ങളുടെ നട്ടല്ലൊടിയും. പിന്നെങ്ങനെ നട്ടല് നിവർത്തി മെമ്പറുടെ പിന്നിൽ നിൽക്കും? പിന്നെയും റോഡ്. ചേട്ടാ, കാശ് പറ്റില്ലെഴുതി. മെമ്പർ അറിഞ്ഞോ? എന്തുവാ നീ പറയാതെ ഞാനെങ്ങനെ അറിയും? എന്നാ ഞെട്ടാൻ തയ്യാറായിക്കോ. ഒരതിഭയങ്കര സംഭവം. നീ കാര്യം പറയടാ. നമ്മുടെ വയലൂരം വീട്ടിലെ ബാലന്റെ ഭാര്യയല്ലേ സീത, അവരെ കാണാനില്ലെന്ന്. കാണാനില്ലെന്നോ? എവിടെ പോയി? എവിടെ പോയെന്ന് ആർക്കറിയാം. ഇന്നലെ വൈകുന്നേരം കാണാതായത്. മീൻകാരൻ അബ്ദു എന്നോട് പറഞ്ഞത്. ഞാൻ തിരക്കി. ബാലണ്ണം പോലീസ് സ്റ്റേഷനിലോട്ട് പോയിട്ടുണ്ട്. ചേടാ, ഇനി അച്യുതക്കുറുപ്പിനെ പ്രേതങ്ങാനും പിടിച്ചോണ്ട് പോയതാന്നോ? മൊത്തത്തിൽ വയലോരം വീട്ടിൽ കുഴപ്പങ്ങളാ. ദേ കേട്ടല്ലോ, നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാളെ കാണാനില്ലാന്ന്. സൂക്ഷിച്ചും കണ്ടും നടന്നാ നിനക്കൊക്കെ കൊള്ളാം. ഞങ്ങളെ സൂക്ഷിക്കാൻ ഞങ്ങൾക്കറിയാം. വാ തുറന്ന അഹങ്കാരമേ വരൂ. അല്ല, അതാണല്ലോ ന്യൂ ജനറേഷൻ. കുറെ മുടിഞ്ഞ വിത്തുകൾ ഉണക്ക മൊബൈൽ ഫോൺ കൊണ്ട് നടക്കുക. ചെല്ലു വയലോരം വീട്. അവിടെ മെമ്പറുടെ അതിശക്തമായ ഇടപെടലുകൾ ആവശ്യമുണ്ട്. സാറേ എന്താടോ? സാറേ, എന്റെ ഭാര്യ. തന്റെ ഭാര്യ രാവിലെ കിടന്ന് ബഹളം വയ്ക്കാത്ത കാര്യം പറയണോ? സാറേ, ഞാൻ വയലുവാരം വീട്ടിലെ ബാലേന്ദ്രനാ. അത് പറയാനോ താൻ ഇങ്ങോട്ട് വന്നേ? ഇത് സർക്കിൾ ഇൻസ്പെക്ടർ അയ്യപ്പൻകുട്ടി സാറിന്റെ സ്റ്റേഷനാ. ഇവിടെ കിടന്ന് നീ ശരണം വിളിച്ചാലേ വിവരം അറിയും.
സ്വാമിയേ ശരണയ്യപ്പ. പറയടോ. കുറുപ്പേ, സ്റ്റേഷനിൽ വരുന്നവരോട് മാന്യമായിട്ട് പെരുമാറണമെന്ന് DGPയുടെ ഓർഡർ ഉണ്ട്. അതുകൊണ്ട് മാന്യമായിട്ട് തന്നെ ചോദിക്ക്. ഇവന്റെ ധർമ്മപത്നി ആരുടെ മാതാവിന്റെ മംഗല്യം കൂടാനാണ് പോയത് എന്ന്. സ്വാമിയേ ശരണയ്യപ്പ. മോളെ ഭാര്യയെ, ഞാനിപ്പോൾ സ്റ്റേഷന്റെ മുന്നിലെത്തി. വല്ല സംശയം ഉണ്ടെങ്കിൽ നീ സ്റ്റേഷന്റെ ലാൻഡ് ലൈനിലേക്ക് വിളിച്ചു. അല്ല പിന്നെ സംശയം. സാറേ, സാറേ എൻ്റെ ഭാര്യ. അയ്യോ സോറി, താങ്കളുടെ ഭാര്യ ഇവിടെ ആയിരുന്നു, അറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു പോലീസ് സ്റ്റേഷനാണ്. സോറി. സാറേ, എന്നതാണ് കുറുപ്പേ രാവിലെ പള്ളിക്കെട്ട് കേസുകൾ? അവന്റെ ഭാര്യയെ കാണാനില്ലെന്ന് താൻ എടുത്തായിരുന്നു. സഹോദര, എൻ്റെ പേര് അയ്യപ്പൻകുട്ടി, സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. ഇതെന്റെ സീറ്റ്. ഞാൻ അങ്ങോട്ട് കയറി ഇരുന്നോട്ടെ പ്ലീസ്? സാറേ, ഇതൊന്ന് ശ്രദ്ധിക്കു സാറേ, എന്റെ ഭാര്യയെ കാണാതായിരിക്കുന്നത്. എന്തോന്നാണ് കുറുപ്പേത്? വരുന്നവരും പോകുന്നവരൊക്കെ പോലീസ് സ്റ്റേഷനിൽ ഉച്ചഭാഷണം വിളിക്കുക. ഒന്ന് അടങ്ങി നിൽക്കണോ. ഒന്നാമത് ഭാര്യ നിങ്ങളുടെ മനുഷ്യന് ഭ്രാന്തള നിൽക്കുക. ഹലോ, ആ മീൻ കുടംപുളി ഇട്ട് വെച്ചാൽ മതി. നെത്തോലി ഉണ്ടെങ്കിലേ കുറച്ച് പീര വെക്കണം കേട്ടോ. പീര മതി. പീരയാണ് എല്ലാവർക്കും ഇഷ്ടം. പിന്നെ നീ വിളിച്ചത് മീൻ എങ്ങനെ വെക്കണമെന്ന് ചോദിക്കാനല്ലാന്ന് എനിക്കറിയാം. വെക്ക്. സംശയം. അപ്പൊ സഹോദരൻ, നമ്മളിപ്പോ ഏത് മീനിന്റെ കാര്യമാണ് പറഞ്ഞത്? താങ്കൾക്ക് ഏത് മീനാണ് ഇഷ്ടം? ചൂരയാണോ, കേരയാണോ, കാരിയാണോ, അതോ നെയ്മീനാണോ, കരിമീനാണോ, ചാളയാണോ, അതോ അയലയാണോ? ഏതാണ് ഇഷ്ടം? കുറുപ്പിനിഷ്ടം നെത്തോലിയാണ്. ചെറുതല്ലേ? നെത്തോലി ഒരു ചെറിയ മീനാണല്ലോ. സാറേ, സാറിന് തമാശയായിരിക്കും. നഷ്ടപ്പെട്ടത് എന്റെ ഭാര്യയെ കണ്ടുപിടിച്ച് തരണം സാറേ. പോലീസ് സ്റ്റേഷനിൽ കയറി ആജ്ഞാപിക്കാൻ പോലീസ് സ്റ്റേഷൻ നിന്റെ തന്തയുടെ വകയൊന്നും അല്ല. പിന്നെ എനിക്ക് ശമ്പളം തരുന്നത് നിന്റെ അമ്മായി അച്ഛനും അല്ല. മനസ്സിലായല്ലോ? കുറുപ്പേ, പരാതി എഴുതിയെടുക്കും. പോയിക്കോളൂ, ചെല്ല്. പറയടോ. കുറുപ്പേ, സ്റ്റേഷനിൽ വരുന്നവരോട് മാന്യമായിട്ട് പെരുമാറണമെന്ന് DGPയുടെ ഓർഡർ ഉണ്ട്. അതുകൊണ്ട് മാന്യമായിട്ട് തന്നെ ചോദിക്ക്. ഇവന്റെ ധർമ്മപത്നി ആരുടെ മാതാവിന്റെ മംഗല്യം കൂടാനാണ് പോയത് എന്ന്. എന്താണ് നിന്റെ ഭാര്യയുടെ പേര്? സീത സാറേ. സീത സാറോ? സീത. അപ്പൊ കേസ് രാമായണമാണല്ലേ? സീതയെ രാവണൻ കട്ടുകൊണ്ടുപോയോ, അതോ സീത സ്വമനസാല രാവണന്റെ കൂടെ പോയോ?